അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ പങ്കെടുത്തവരൊക്കെ ജനാധിപത്യ മതേതര വിശ്വാസികളാണ്. അവിടെ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ വർഗീയവാദികളും ഫാസിസ്റ്റുകളുമൊക്കെ ആക്കുന്ന ഈ നിലപാട്, അത് ആ നിലപാടാണ് CPM നേതൃത്വം ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ അത് വലിയ പ്രതിസന്ധി, വലിയ നഷ്ടം CPM-ന് ഉണ്ടാകും എന്നാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അല്ല, അദ്ദേഹത്തെ ഇറക്കി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഖാവ് പാലോളിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയില്ല, കേരള ജനതക്കറിയാം. സംശുദ്ധ ജീവിതത്തിൻ്റെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് രാഷ്ട്രീയമായാലും പൊതുജീവിതമായാലും പാർട്ടിയിൽ നിന്ന് പ്രായാധിക്യത്താൽ മാറി നിന്ന് വിശ്രമജീവിതം നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും പരമപരിശുദ്ധനായ ഒരു സംശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് സഖാവ് പാലോളിക്കുള്ളത്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അത് എൻ്റെ അടുത്തൊരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഈ കാര്യങ്ങളൊന്ന് വിവരിക്കേണ്ടതുണ്ടായിരുന്നു. ഈ തിരക്കിനിടയിൽ ഈ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിൽ അദ്ദേഹത്തെ പോയി കാണാനോ ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. അത് ഞാൻ അദ്ദേഹത്തെ പോയി കാണും. ഞാൻ അദ്ദേഹത്തോട് എനിക്കുണ്ടായ അനുഭവങ്ങളും ഈ വിഷയത്തിൻ്റെ സത്യസന്ധതയും ഇടപെട്ട കാര്യത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തെ ഞാൻ ബോധ്യപ്പെടുത്തും. അന്ന് അദ്ദേഹത്തിന് ഈ തെറ്റിദ്ധാരണ മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റുമായിരുന്നു. അദ്ദേഹം ഇപ്പം നടത്തിയിട്ടുള്ള ഈ പത്ര സമ്മേളനം ഞാനത് കേട്ടില്ല. നിങ്ങളാ പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം നിലപാടെടുക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ആ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്നത് അത് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സഖാവ് പാലോളി സഖാവ് പിണറായിയോട് ഈ വിഷയം സംസാരിക്കും, അല്ലെങ്കിൽ സംസാരിച്ചിട്ടതിലൊരു മാറ്റം വരും എന്ന പ്രതീക്ഷയൊന്നും എന്നെ സംബന്ധിച്ചിട്ടില്ല. കാരണം ആര് പറഞ്ഞാലും മാറാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതാണ്. അതുകൊണ്ട് പാലോളി സഖാവ് പറഞ്ഞാലും അദ്ദേഹത്തിന് മാറാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ ഹിന്ദുവിന് നൽകിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം, അതായത് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രം ദേശീയവിരുദ്ധ പ്രവർത്തകരുടെ മലപ്പുറമാണ്, അത് മാറുന്ന CPM സമീപനത്തിൻ്റെ ഒരു തുടക്കമായിട്ട് കാണുന്നു. അല്ല, മാറുന്ന CPM സമീപനത്തിൻ്റെ തുടക്കമായിട്ട് എന്ന് അതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയും. അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സഖാവ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം തീരുമാനത്തിൻ്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക, അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക, ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ 3 ആൾ പോകുമ്പോൾ 3 ആളുടെ പേരിലും FIR ഇടുക, ഒരു ലോഡ് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിൻ്റെ അടക്കം പേരിൽ കേസിടുക, അങ്ങനെ പ്രതികളുടെ എണ്ണവും FIR-ൻ്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത്ദാസിൻ്റെ കാലഘട്ടമാണ് തുടങ്ങുന്നത്. അതിന് നടപടി CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടും അത് മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്, അടിസ്ഥാനപരമായി ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒക്കെ പരിണിത ഫലം, അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് തമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യം, ഒരു എന്താ പറയുക,
നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിൻ്റെ വസ്തുതകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ല, ഈ ഒരു ലേഖനത്തിനെതിരെ ഒരു കാലത്ത് കേട്ടില്ല. ഈ ഹിന്ദുവിന്റെ ലേഖനത്തിലേക്കുള്ള പരാമർശത്തിനെതിരെ ഒരു കാലത്ത് CPM-നൊപ്പം പല പ്രതിസന്ധികളിൽ നിന്ന് മുസ്ലിം ജമാഅത്താവട്ടെ അങ്ങനെ മുസ്ലിം മതസംഘടനകളൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു കാലത്ത് CPM-നെയും പിണറായിയും അനുകൂലിച്ചവരൊക്കെ ഇപ്പം മറുവശത്തേക്ക് മാറുന്നു. അത് CPM അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നതാണോ എന്നാണ് ഇല്ല, ഇപ്പോൾ CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിൻ്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ പോലീസിങ് തന്നെയാണ്. പോലീസിങ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്തവർ, ബൈക്കെങ്കിലും ഇല്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90% ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായി വണ്ടി തടഞ്ഞു നിർത്തുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക. എന്തിനേറെ പറയുന്നു, ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തു പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈൻ അടപ്പിക്കുക. റിയർ മിറർ ഒരു സൈഡിലില്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക. ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനെതിരാക്കിയതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ലോ ആൻഡ് ഓർഡറാണ്. അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല, പാർട്ടി അതിലേക്ക് പോകുന്നുമില്ല, പാർട്ടിക്ക് അത് കേൾക്കും വേണ്ട. സഖാക്കൾ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു വ്യക്തി ചാനലിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങൾ പ്രത്യേക നീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല. CPM-ൻ്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത്, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്വാഭാവിക നീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് MLA പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ 2 അടി എക്സ്ട്രാ ആണ്. CPM-കാരൻ്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് 500 ആണെങ്കിൽ അവർക്ക് 1000 ആ അനീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് അട്ടിമറിക്കാൻ നോക്കുക. അപ്പം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിംഗാണ്. 2 രാഹുൽ കുടുംബത്തിൻ്റെ, ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രീണന അവിടെ LDF നടത്തിയത്? ഈ പറയുന്ന 40,000 50,000 കേസ് മലപ്പുറത്ത് ബുക്ക് ചെയ്താണോ പ്രീണനം? ഇതാണോ പ്രീണനം? ആ പ്രീണനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്ന്. അപ്പൊ തെറ്റായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിക്കുകയും ആ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും RSSും BJPയുമായി ഒരു ചങ്ങാത്തത്തിൽ എത്തണമെന്ന് CPM ലീഡർഷിപ്പിലെ പിണറായി അടക്കമുള്ള ചില ആളുകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പൊ അവരുമായി ഒരു ചങ്ങാത്തത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം പബ്ലിക്കായി പറയണം. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ പിണറായി ആ ഹിന്ദുവിന് നൽകിയ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്ത് കേരളത്തിലൊരു മലയാളി പത്രത്തിന് നൽകാഞ്ഞത്? കേരളത്തിലെ മലയാള പത്രങ്ങൾക്ക് നൽകിയാൽ ഈ വാർത്തയും ഡൽഹിയിലേക്ക് പോകുമല്ലോ. ഇതും ഡൽഹിയിലെ എന്താ പറയുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ BND ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അസസ് ചെയ്ത് കൊടുക്കുമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷെ അതൊന്നും പാടില്ല. നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദുവിൽ വന്ന് നാളെ BJP RSS നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിലെത്തണം. അപ്പം എന്താ, പിണറായി സ്റ്റാൻഡൊക്കെ മാറിയിട്ടുണ്ട്. പിണറായിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതാ ഹിന്ദുവിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണം. അതിനപ്പുറത്ത് അതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. അവരാണ് പരിപാടി പ്ലാൻ ചെയ്യുന്നത്. ഇന്നലെ CPM നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ആളുകളാണ് പങ്കെടുത്ത് വന്നത്. അപ്പോൾ ഇതും ജില്ലയിൽ അവർ ക്യാമ്പയിനായിട്ട് തുടങ്ങുന്ന ഇതേ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നതിനല്ലേ മനസ്സിലാക്കുന്നത്? അല്ല, ജില്ലയിലല്ലേ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. സംസ്ഥാനത്ത് ഒട്ടാകെ ക്യാമ്പയിൻ തുടങ്ങിയല്ലോ. PV അൻവർ വർഗീയവാദി, PV അൻവർ കള്ളക്കടത്തുകാരൻ,
PV അൻവർ കൊലയാളി, നീ എന്താ പറയാൻ ബാക്കിയുള്ളത്? അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തടയിടാൻ യാഥാർത്ഥ്യങ്ങൾ, സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പോൾ ഇന്ന് അവരുടെ കൈകളിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു RSS BJP പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജും ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേയിരിക്കല്ലേ CPM. അതിനല്ലേ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും. അതിലിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. വെല്ലുവിളി ജില്ലാ സെക്രട്ടറി ഒരു സെക്രട്ടറി അംഗം ചവിട്ടാൻ പോയി എന്നുള്ളൊരു കാര്യം നേരത്തെ അവർ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെക്രട്ടറി അംഗത്തിൻ്റെ പേര് പുറത്ത് പറയണം, അല്ലെങ്കിൽ ആ കാര്യം വെളിപ്പെടുത്താൻ അമ്മയുടെ തയ്യാറാണോ, അതിനെ വെല്ലുവിളിക്കുന്നതെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ പ്രസിഡന്റ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കക്ഷിയെ ഇപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക അവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിടും. സ്വാഭാവികമല്ലേ? അതിൻ്റെ ഭാഗമായിട്ടില്ല ചോദ്യം. അതൊക്കെ ഒരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവരത്ര ബുദ്ധിയില്ലെങ്കിലും PV എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ആ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞ് ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ പറഞ്ഞാണ്. ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേര് പറയണോ? ഒരു ഉദ്ദേശിക്കുന്നത് അതാ. പോട്ടെ. അല്ല, ഈ പോരാട്ടം തുടങ്ങിയതിന് ശേഷം പാർട്ടി നേതൃത്വമുള്ളവർ അങ്ങനെയുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടായി ജില്ലയിലെ? ഇപ്പോഴോ? അല്ല, പാർട്ടി സംസാരിക്കാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു. അവരെന്നെ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ. ഇയൻ മോണ്ടാസ് തന്നെ പറയുന്നുണ്ടല്ലോ, പലവട്ടം ഞങ്ങൾ സംസാരിച്ചാണ്, കണ്ടതാണ്, പാതിരാത്രി വരെ ഇരുന്ന. അപ്പോഴൊക്കെ എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. എന്താ നിലപാട്? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ശരിയല്ല. സത്യസന്ധമായ അന്വേഷണം നടക്കണം. റിദാൻ ഫാസിൽ അതിൻ്റെ ഭാഗമാണ്. മാമി തിരോധാനം ഇതിൻ്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഓക്കെ, ഞാൻ നിർത്താം, ആയിക്കോട്ടെ, ഞങ്ങൾ കൃത്യമായി ചെയ്യാമെന്ന് പറയും. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പോലീസ് വളഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. കേസിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലല്ല നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശേഷം നടക്കുന്നത്? എനിക്ക് വിവരം തന്ന ആളുകളെ തേടി നടക്കുക, എനിക്ക് വിവരം തന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തേടി നടക്കുക. അൻവർ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ചല്ല അന്വേഷണം. ഈ ചങ്ങാതിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി, ആര് കൊടുത്തു, അവരെ പേരിൽ നടപടിയെടുക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. ഇതെന്ത് വെള്ളരിക്ക പട്ടണം? 3.5 കോടി ജനങ്ങളെ ഫൂളാക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മറ്റേ വാറോല കിട്ടാനാ? എന്ത്, ഈ അജിത് കുമാറിന് 4 ദിവസം ആ സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തി, എന്നിട്ട് കേരളത്തെ ജനങ്ങൾ സംതൃപ്തരാകുമോ? ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ 10 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തണം. ആ PHQക്ക് അവൻ കയറാൻ പാടില്ല. അവനെടുത്ത താക്കോല് വാങ്ങണം, ഫോണ് തിരിച്ചു വാങ്ങണം, കമ്മ്യൂണിക്കേഷൻ വാങ്ങണം, എന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. ആ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ കൊടുത്ത അദ്ദേഹത്തിൻ്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് മാത്രം മതി. 6 മാസമാണ് കൊടുക്കുന്നത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലേ? സഭ ചേരാതിരിക്കുകയാണല്ലോ. സഭയിൽ UDF എന്താണെങ്കിലും അങ്ങനെ ഉന്നയിച്ച ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. UDFിൻ്റെ സമീപനം മാറുന്നുണ്ട്, അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനത് ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാനിതിൻ്റെ ഓട്ടത്തിലായതുകൊണ്ട് ഞാൻ സത്യത്തിൽ വാർത്തകളും ബാക്കിയെല്ലാം കാണാനും സ്റ്റേറ്റ്മെൻറ്റ് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ല, UDFിൻ്റെ നേതാക്കളൊക്കെ ആദ്യം ഇന്നലെ പ്രതിപക്ഷ നേതാവും അതിനുശേഷം കുട്ടിയൊക്കെ ആദ്യം പറഞ്ഞ രീതിയിലല്ല ഇന്നലെ അവരുടെ ഒരു ടോണൊക്കെ മാറിയിട്ടുണ്ട്. കൂടി അതെന്താ സൂചിപ്പിക്കുന്നത്? എനിക്കറിയില്ല. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. മനസ്സിലായില്ല? ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. പിന്നീടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞല്ലോ, ജനം ചേർന്നൊരു പാർട്ടി ആവുകയാണെങ്കിൽ അതിൻ്റെ പക്ഷമാകും. അല്ല, ജനങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അത് അപ്പം ആലോചിക്കാം. എനിക്കതിൽ ധൃതിയില്ലല്ലോ. ഒരു പരിപാടി തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ KM ചാച്ചെ കൊണ്ടുവന്ന് താങ്കൾ എടുത്ത ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂർ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വം ഇടപെട്ട് ചില വ്യക്തികൾ ഇടപെട്ട് അത് മുടക്കിയെന്നാണ് ഉയരുന്ന ആരോപണം. അത് രാഷ്ട്രീയ നെക്സസിന്റെ ഭാഗമാണ് എന്നാണ് ലീഗിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളുടെ വിമർശനം. എന്താണ് അതിലൊരു? എനിക്കതിനെപ്പറ്റി അറിയില്ല. എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് അതിന് പ്രതികരിക്കാൻ പ്രയാസമുണ്ട്. താങ്കളെ മാഫിയ കയ്യേറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച മാധ്യമങ്ങൾ UDF ബന്ധം CPM ബന്ധം ഉപയോഗിച്ചതോടെ താങ്കൾക്ക് വലിയ പരിഗണന നൽകുന്നു, തത്സമയ വാർത്തകൾ കൊടുക്കുന്നു എന്നാണ് സ്വരാജ് രൂക്ഷമായി വിമർശിക്കുന്നത്. ഇതാണ്
രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ മാറിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നതുകൊണ്ട് മാത്രം നേരത്തെയും പി വി അൻവറിനെ MLA ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിലും അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളോടോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോടോ സഹകരിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തോന്നുന്നത് CPM തോന്നുന്നത് വേട്ടയാടി അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ അവസാനിച്ചു തോന്നുന്നു. അല്ല സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവരക്കേടാണ്. കാരണം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, സ്വരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒന്നാമത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടി വിട്ടു പോയതല്ല, എന്നെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി പുറത്തേക്ക് ഇട്ടതാണ്. അപ്പോൾ ആദ്യം സ്വരാജ് ആ പറഞ്ഞത് തിരുത്തണം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വരാജ് പറയുന്നത് ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ പത്രക്കാരത് ചൂണ്ടിക്കാണിച്ചു, ഇന്ന് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ ചെയ്തതിൽ ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ കക്ഷിയിലെയും ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പത്രക്കാരായ നിങ്ങളും കൂടി അങ്ങനെ എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, ഒരു സത്യം എഴുതാൻ ഒരു വില്ലേജ് ഓഫീസർക്ക്, ഒരു തഹസിൽദാർക്ക്, ഒരു ജില്ലാ കളക്ടർക്ക് കൈവറക്കുകയാണ്. സത്യം എഴുതിയാൽ എന്താ? അൻവർ സ്വാധീനിച്ചു, അൻവറിൻ്റെ പണം കൊടുത്തു, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്വാധീനിച്ചു. ഒരാളും നീതി എഴുതിയിട്ടില്ലല്ലോ, ഒരു സത്യം എഴുതിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ആദിവാസികളുടെ കുടിവെള്ളം ഞാൻ മുട്ടിച്ചു എന്ന കക്കാടംപൊയിൽ അതായിരുന്നു വലിയ വാർത്ത. ആ 28 കുടുംബം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.